ശ്രീനഗറിൽ എത്തിച്ചേർന്ന അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഷിക്കാര റൈഡിങ്ങിന് പോയി. ഷിക്കാര എന്നാൽ ചെറിയിനം വള്ളമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായ നിർമ്മാണ രീതിയാണ് ഇന്നും ഷിക്കാരയിൽ ഉള്ളത്. ഷിക്കാരയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ ഉപജീവനം നടത്തുന്നു. ഞങ്ങൾ ഏതാണ്ട് 20ഓളം പേർ 4 ഷിക്കാരകളിലായി റൈഡിങ്ങിനായി പോയി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണുന്നത്. ജമ്മു കാശ്മീരിലുള്ള നിരവധി ചെറിയ തടാകങ്ങൾ ചേർന്നാണ് ദാൽ തടാകം ഉണ്ടായിട്ടുള്ളത്. ദാൽ തടാകം ഏകദേശം 18 ചതുരശ്ര കിലോമീറ്റർ പരിധിയിലാണ് നിലവിലുള്ളത്. ഇതിൻ്റെ നീളം ഏകദേശം 7.5 കിലോമീറ്ററും വീതി 3.5 കിലോമീറ്ററുമാണ്. ശരാശരി ആഴം 2 മീറ്ററാണ്. പരമാവധി ആഴം ചിലയിടത്ത് 6 മീറ്ററാണ്. ഞങ്ങളെടുത്തോളൂ. പെട്ടെന്നാണോ ഇല്ലെങ്കിൽ നമ്മൾ മിസ്സാക്കി പറയത്. കുട്ടികളെ സംസാരിക്കാൻ കുട്ടികളെ ഡൽഹിയിലേക്ക് നമ്മൾ തുറപ്പാട് ഡൽഹിയിലേക്ക് യാത്ര തുറപ്പാട്. ഷിക്കാര എന്ന് പറയുന്നത് ഒരുതരം വാട്ടർ മാർക്കറ്റ് കൂടിയാണ്. അതായത് ഷിക്കാരയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ ഷിക്കാര തുഴച്ചുകൊണ്ട് പലതരം വിഭവങ്ങളുമായി ആളുകൾ നമ്മളുടെ അടുത്ത് എത്തുന്നു. അവ പലതരം ഐറ്റംസുകളാണ് വിൽക്കാനായിട്ടുള്ളത്. കാവ പോലുള്ള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ആഭരണങ്ങൾ, അതുപോലെ എന്തും ഷിക്കാരയിൽ വിൽക്കുന്ന ആളുകൾ നമ്മുടെ സമീപത്തേക്ക് തുഴഞ്ഞെത്തുന്നു. പ്രസിദ്ധമായ ഹസ്രത്ത് ബാൽ മസ്ജിദും ശ്രീശങ്കര ടെമ്പിളും അതുപോലെ തന്നെ മുഗൾ ഗാർഡൻ എല്ലാം തന്നെയും ഈ തടാകത്തിന് ചുറ്റുമാണ് ഉള്ളത്. ഞങ്ങളുടെ തന്നെ സഹപാഠികൾ മറ്റു ശിക്കാരകളിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ വിഷ് ചെയ്തു. കാവ വിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ തോണിയിലെത്തി. ഞങ്ങൾ അത് 4 പേരും വാങ്ങിക്കുടിച്ചു. കാവ എന്നാൽ കാശ്മീരിലുള്ള ഒരു സ്പെഷ്യൽ ടീ ആണ്. അതിൽ ബദാമും കുങ്കുമപ്പൂവും ഒക്കെ ചേർത്തിരിക്കും. കേരളത്തിൽ ബോട്ട് റേസിന് വന്ന ഒരു കാശ്മീരിയെ ഞങ്ങൾ കണ്ടു. അദ്ദേഹം ആർപ്പോ ഇറോ ഇറോ എന്നതിന് പകരം ജിയോ ജിയോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചു. മാത്രമല്ല ഒരു കാവ സൗജന്യമായും നൽകി.
സ്ലോ ഡൗൺ സ്ലോ ഡൗൺ. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാശ്മീരികൾക്ക് ഒന്നോ രണ്ടോ മലയാള വാക്കുകൾ അറിയാം. മാത്രമല്ല മലയാളികളെ അവർക്ക് വളരെ ഇഷ്ടവുമാണ്. കാശ്മീരിൽ വന്നെത്തുന്നത് ഏറെയും മലയാളികളാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഴപ്പമില്ല, ഹിറ്റാകാത്ത ഒരാൾ ഞാനുണ്ട്. ലാംഗ്വേജ് വെച്ച് ലാംഗ്വേജ് two type of kava. Two type kava kudichu. Two type kudichu. സാറിനൊക്കെ പറ്റിയത് സാറ് വേറെ ഹിന്ദി കുടിച്ചു. ട്രാൻസ്ലേറ്റ് ചെയ്താണ് അവിടെ പറഞ്ഞു. ഇങ്ങനൊന്നും ചെയ്തിട്ടേ സാറേ സാറേ ഇങ്ങനെ ഞാൻ വളർത്തു നോക്കി കൈയോടെ ചെയ്തിട്ട് വളർത്തു പോയിട്ട് മണം കൊണ്ടില്ല തുടങ്ങില്ല കഴിച്ചില്ല. വെള്ളത്തിൽ വെക്കുമ്പോൾ കളർ നൂറ് തരുമോ? ആ ഡ്രസ്സിനകത്ത് വന്നില്ലേ എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മളെ കാണാം. മെയിൻ ഡല്ലേക്കാന്ന് എവിടെ ഡല്ലേക്ക് ഞാൻ ഡല്ലേക്ക് പറയാം. ഫസ്റ്റ് ടൈം ആണ് ഞാൻ കുഞ്ഞിന് വന്നിട്ട് അന്ന് അത് ഭാവിയായതുകൊണ്ട് പ്രത്യേകത എൻ്റെ അപ്പൻ ആർമി വർക്ക് സ്ഥലമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആർമി വർക്ക് സ്ഥലമാണ്. മാറ്റി പിടിക്കാറായില്ലേ? ശരി, മാറ്റി പിടിച്ചു. അവിടെ പോയിട്ട് പറഞ്ഞില്ല ഫോൺ ഇംഗ്ലീഷ് ആർമി എല്ലാം ബിസിനസ്സാ.
സാറേ ഇവർക്ക് കമ്മീഷൻ കിട്ടും ഓരോ പോയിന്റ് ഇപ്പൊ ചായ തന്ന സ്ഥലത്ത് ഇവിടുന്നൊക്കെ ഒരു കമ്മീഷൻ കിട്ടും. ഇത് മാർക്കറ്റ് കേട്ടോ സാറേ, മാർക്കറ്റ് കവർ ചെയ്തോ സാർ, മാർക്കറ്റ് കവർ ചെയ്യും സാർ. എന്നെ കട്ട് ചെയ്തിട്ട് സാർ മാർക്കറ്റ് കവർ ചെയ്യും. ഞങ്ങളുടെ ഷിക്കാര റൈഡിംഗ് ഏകദേശം അവസാനിക്കാറായി. സമയം സന്ധ്യയോടടുത്തു. വാട്ടർ മാർക്കറ്റിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജലത്തിൻ്റെ ഇരുകരകളിലും ധാരാളം തുണിക്കടകളും കൗതുക വസ്തുക്കളുള്ള കടകളും മറ്റു ഉൽപ്പന്നങ്ങളുമുള്ള കടകളുമൊക്കെ ധാരാളമായി കണ്ടുകൊണ്ടിരുന്നു. വെള്ളത്തിനോട് ചേർന്ന് മിക്കവാറും വെള്ളത്തോട് മുട്ടി തന്നെയുള്ള ഈ കടകൾ കാണാൻ ഒരു കൗതുകമാണ്. വെള്ളമുയരുന്ന സമയത്തോ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ ഈ കടകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമായി തോന്നി. അത് ഇന്നത്തെ ദിവസം ഇന്നത്തെ സാറേ, ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ദിവസം ഞാൻ കാശ്മീർ കണ്ടപ്പോൾ അവർക്കില്ല അസുഖമായിട്ട് ബർത്ത്ഡേ ആ ബർത്ത്ഡേ വൈകിയെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ലാൻഡ് ചെയ്തു. അതായത് പല ഫ്രണ്ട്സിന്റെ ശത്രുത ചെയ്യാൻ ശത്രുവായി 27. അമ്മ മേടിച്ചിട്ട് സാധനം, അമ്മ മേടിച്ചു ഇവരുടെ ബാഗ്. ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മന്ദം കാഴ്ചകൾ കണ്ടുപോകുന്നത് തികച്ചും ഒരു കാവ്യാനുഭവം തന്നെയായി ഞങ്ങൾക്ക് തോന്നി. സമയം ഇപ്പോൾ സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മനസ്സു നിറഞ്ഞ് മടക്കയാത്രയിലേക്കാണ്. എന്നെന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു യാത്രയായി ഈ ഷിക്കാരാനുഭവം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. അവിടെ 4 മണിയാകുമ്പോൾ നേരം 4 മണിക്ക് നേരം ഞാനവിടെ ഒരു 5-6 അവിടെ അവര് പിന്നെ 4 മണിയാകുമ്പോഴേക്ക് നേരം കൊടുത്തില്ലേ. നമ്മൾ ടൈം നോക്കുമ്പോൾ 4 മണി. ആ വലിയ സാധനം അവരത് ഫംഗ്ഷൻ അതുപോലെ പിക്സ് 25 ഫ്രെയിം പിക്സ് ആണ് ക്യാമറയ്ക്കുള്ളത്. അതിന് മേലുള്ളതാണ് നമ്മുടെ കണ്ടന്റ്. ഫോട്ടോഗ്രാഫി
ഞങ്ങൾ പഠിച്ചോണ്ടാ ഇന്നലെ രാത്രി അഭിജി പട്ടാളത്തിൽ കിട്ടുമ്പോൾ അഭിജയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. പിന്നെന്താ അവര് പട്ടാളത്തിൽ പോയി 6 കേൾക്കുമ്പോൾ സാറേ ഇവന്റെ സ്പിരിച്വാലിറ്റി ദൈവമില്ല. ദൈവമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇക്കോ